ശബരിമലയിലെ കട്ടിളപ്പാളി കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ വിധി നാളെ. ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം പൂർത്തിയായി. കേസിൽ ജാമ്യം ലഭിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനാകും. ലിജോ റോണസ് ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. ലിജോ, ദ്വാരപാലക കേസിൽ നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചതാണ്. ഈ കേസിൽ ജാമ്യം ലഭിച്ചാൽ ജയിൽ മോചിതനാകാൻ കഴിയും. ഇന്നത്തെ വാദം എങ്ങനെയായിരുന്നു? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസുകളിലെ മുഖ്യപ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതിൽ ആദ്യം അറസ്റ്റിലായ ദ്വാരപാലക ശില്പ കേസിൽ നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കട്ടിളപ്പാളി കേസിൽ റിമാൻഡ് കാലാവധി 90 ദിവസം പിന്നിട്ടതിന് പിന്നാലെ സ്വാഭാവിക ജാമ്യത്തിന് വേണ്ടി അപേക്ഷിക്കുകയും അതിലാണ് ഇന്ന് വാദം പൂർത്തിയായത്. സ്വാഭാവിക ജാമ്യത്തിന് അവകാശമുണ്ടെന്നും ഈ മറ്റ് ചോദ്യം ചെയ്യലിനോടും കാര്യങ്ങളോടെല്ലാം കൃത്യമായി സഹകരിച്ചു എന്നുള്ളതാണ് പ്രതിഭാഗം കോടതിയെ അറിയിച്ചത്. പ്രോസിക്യൂഷൻ ഈ ജാമ്യ ഹർജി ശക്തമായി എതിർത്തില്ലെങ്കിൽ പോലും കൃത്യമായി, അതായത് കർശനമായ ഉപാധികൾ വച്ച് മാത്രമേ ജാമ്യം നൽകാവൂ എന്നുള്ള ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. മറ്റു പ്രതികൾക്കൊക്കെ വെച്ചതുപോലെ തന്നെ കോടതി കർശന ഉപാധികൾ വയ്ക്കുമെന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കാൻ, ഇതുവരെയും ഇതിന്റെ കുറ്റപത്രം സമർപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇനിയും ചോദ്യം ചെയ്യലുകൾ വേണ്ടിവരും. കൃത്യമായ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നുള്ള ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം നൽകുകയാണെങ്കിൽ അതൊരു തീരുമാനമുണ്ടാവുക. സ്വാഭാവിക ജാമ്യം ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് നിയമം പറയുകയും ചെയ്യുന്നത്. ഇന്ന് വാദം പൂർത്തിയായി. ഒരുപക്ഷെ ഇന്ന് തന്നെ വിധി വന്നേക്കും എന്നായിരുന്നു ആദ്യം പ്രതീക്ഷയെങ്കിൽ പോലും അത് ഉത്തരവ് പറയുന്നതിന് വേണ്ടി കോടതി നാളെ മാറ്റിവെക്കുകയാണ്. തുറന്ന കോടതിയിൽ തന്നെ ആയിരിക്കും ഇക്കാര്യത്തിൽ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യത്തിൽ കോടതി ഉത്തരവ് പറയുകയും ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ അനുകൂല ഉത്തരവാണെന്നുണ്ടെങ്കിൽ നാളെ രാത്രിയോടുകൂടെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ജയിൽ മോചിതനാകാനും കഴിയും. അത് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അത് അന്വേഷണ സംഘത്തിന്, പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒരു തിരിച്ചടിയും തന്നെയാണ് ജീന.